എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കകത്തുണ്ട്. കീഴിലേക്ക് പോവാം. ഹെഡ് ഫസ്റ്റ് കിഴി. ഓക്കേ. അയ്യോ തെറ്റുമല്ലോ. ഗറിന് 3 ആറുണ്ട് കേട്ടോ. ഇന്നലെ നമ്മളെ കീഴിൽ നമ്മൾ പറഞ്ഞത് 2 ആറാണെന്നുള്ളതാണ്. എന്തായാലും 3 ആറുണ്ട്. 2 ആണെങ്കിലും 3 ആണെങ്കിലും ഗർ തന്നെയല്ലേ വായിക്കുള്ളൂ. 5 എണ്ണം ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയല്ലേ വായിക്കുള്ളൂ. പക്ക പെർഫെക്റ്റ് ആയിരിക്കണല്ലോ. ആണല്ലേ? ആയിക്കോട്ടെ. ഗർ സിനിമയുടെ 3 എണ്ണം വെച്ച് പറ. പെർഫെക്റ്റ് ആക്കിയിട്ട് പോണം. ഗർ 6 കയറി ഒന്ന്. ഗർ കണ്ടാടിരിക്കട്ടെ. ഗർ സിനിമയുടെ റിലീസ് ഡേറ്റ് ഫെബ്രുവരിയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ. ഇവരാണ് മെയിൻ സിംഹത്തിന്റെ കാലിനിടയിൽ. സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അടുത്തത് ടർബോ സിനിമയുടെ ഷൂട്ട് ഏകദേശം ഫെബ്രുവരി 18 ഉള്ളിൽ തീരും എന്നാണ് കേൾക്കുന്നത്. സിനിമ റിലീസിന് എത്തുന്നത് മെയ്യിൽ. കുറച്ച് ലോങ് ആണല്ലോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതിനിടയിൽ എബ്രഹാം മോസ്ലർ, പിന്നെ യാത്ര ടു, ഭ്രമയുഗം, ബസൂക്ക, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വരാനല്ലേ. ഇതെല്ലാം വരാനുള്ളത് തന്നെയല്ലേ. സത്യം. എന്തായാലും അടുത്ത കിഴി ആട് ജീവിതം, ദ ഗോട്ട് ലൈഫ്. ഇത് നമ്മുടെ നേര് ടീമില്ലേ, അവരുടെ അതേ പരിപാടി കേട്ടോ. നല്ല പരിപാടിയാണ്. അതായത് ഈ ആട് ജീവിതത്തിൻ്റെ ഒരുപാട് ബെസ്റ്റ് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിനൊരു സംഭവം തന്നെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവരൊരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്, അതുപോലെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സും അയച്ചു കൊടുക്കുക. അതവർ സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് നല്ലത് തിരഞ്ഞെടുത്തിട്ട് അവർ ഫാൻ ആർട്ട് ഇവന്റ് തന്നെ നടത്തും. അത് എന്താണോ അവ ചെയ്യുന്നതല്ലേ, ഒരു ഇവന്റ് പുറത്തുവിടുന്നുണ്ടാവും. എന്തായാലും കൊള്ളാം. അതേതായാലും നൈസായി ഫാൻ മെയ്ഡ് ചെയ്യുന്ന ആൾക്ക് വേറെ ലെവൽ സാധനങ്ങൾ. അത് നല്ലൊരു പിന്നെ നല്ലൊരു പ്രൊമോഷൻ കൂടിയാണ്. ഗുണ്ടൂർ ഖാരം സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. ജനുവരി 12. അപ്പോൾ അത് തീരുമാനിച്ചു. ആൾറെഡി 28 ഷൂട്ട് കഴിയുള്ളൂ നാളെ. അതെ, ഷൂട്ട് നാളെ കഴിയുള്ളൂ. അതിൻ്റെ ഇടയിൽ എല്ലാം ചെയ്തോളൂ. പിന്നെ ആൾറെഡി ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ. അടുത്ത കിഴി ദേവര സിനിമയുടെ ഒഫീഷ്യൽ ടീസർ. ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ടീസർ ആയിരിക്കും കേട്ടോ. 8-ാം തീയതി. ടീസർ കണ്ടിട്ട് അതിനെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് അനിരുദ്ധൊക്കെ പങ്കുവച്ചിട്ടുള്ളത്. സംഭവം എന്തായാലും ഗംഭീര സാധനം പുറത്തു വരും. എന്തായാലും 8-ാം തീയതി കേട്ടോ, ജനുവരി 8-നായിരിക്കും ടീസർ വരുന്നത്. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കല്യാൺ റാം. അത് ഞാൻ പറയുന്നില്ല. ഗെയിം ഓഫ് ത്രോൺസിന്റെ മുകളിൽ നിൽക്കും, മേലെ നിൽക്കുന്ന സാധനമായിരിക്കും എന്നാണ് പറഞ്ഞത്. ബിഗർ ദാൻ ഗെയിം ഓഫ് ത്രോൺസ് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കേട്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സലാറിന് നമ്മുടെ പൃഥ്വിരാജിന്റെ തള്ളതായിരുന്നു, പക്ഷെ അതിനേക്കാൾ മുകളിൽ നിന്നല്ല, അതുപോലെ എന്നായിരുന്നു. അതെ, അത് അതുപോലെ ഇത് അതിനേക്കാളും മുകളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അയലാൻ സിനിമയുടെ ട്രെയിലർ 7-ാം തീയതി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ജനുവരി 5-ന് എത്തുന്നതെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്താണെങ്കിലും സിനിമയിൽ ഒരു സോങ് ശിവകാർത്തികേയൻ എഴുതിയിട്ടുണ്ട്. സോങ്, അതായത് പ്രൊമോ സോങ്. യെസ്. സിനിമയുടെ റൺ ടൈം 2 മണിക്കൂറും 25 മിനിറ്റുമാണ് കേട്ടോ. ഇതിന് അയലാൻ 2 പ്ലാനിങ്ങിലുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗംഭീര സാധനമായിരിക്കും. എന്താ, അത് വേറെ ലെവലായിരിക്കും. ഓക്കെ. അടുത്തത് സൂപ്പർ സിന്ദഗി, ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന വീണ്ടും ധ്യാനിൻ്റെ സിനിമകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നു പ്രേം നസീറിനെയൊക്കെ പിന്നിലാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ല, ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്, ഈ 80-കൾ 90 ടൈമിലൊക്കെ ഒരു വർഷം 30 സിനിമയൊക്കെ ചെയ്തു. അതെ അതെ, മമ്മൂക്കയും ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അത് ഒരേ വർഷത്തിലാണ്. ഒരു വർഷത്തിലാണ് ഇത്ര സിനിമകൾ. ഇതിന്റെയൊക്കെ അപ്പുറം ധ്യാൻ മേ ബി കേറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു വർഷം തന്നെ എത്ര സിനിമ. അതെ അതെ, ഒരുപാട്. ഓരോ വെള്ളിയും ഓരോ വെള്ളി വീഴും. ഓക്കെ, ധ്യാനിൻ്റെ വക. എന്തായാലും ഇത് നല്ല സിനിമയാവട്ടെ. നല്ല കാസ്റ്റിംഗ് ആണ്. മുകേഷ്, പാർവതി നായർ ഇവരൊക്കെയാണ് കൂടെ മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്.
ഓക്കെ. ഓക്കെ, വിൻഡേഷ് ആണ് കേട്ടോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിൻഡേഷ്. യെസ്. അടുത്തത് നോക്കാം. ഓക്കെ, ഓസ്ലർ, എബ്രഹാം ഓസ്ലർ. സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ പുറത്തു വരുമെന്നാണ് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാണ്. സിനിമ ജനുവരി റിലീസാണ് കേട്ടോ, 12-ാം തീയതി. 10-11 12-നല്ലേ? 11 11-നാ? 11 തോന്നുന്നു. മാറിപ്പോകുന്നുണ്ട് കേട്ടോ, കുറേ സിനിമ കുറേ ഉണ്ട്. ഏതിൽ എത്തണം എന്നാണ് അറിയാത്തത്. ഓക്കെ, ബാക്കി പറ. ബാക്കിയൊന്നുമില്ല, ഉടനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ട്രെയിലർ. എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിൻഡോ ആ കുര്യൻ. ശരിയാണ്, ലിൻഡോ കുര്യൻ. വരട്ടെ. ഓക്കെ, അടുത്ത കിഴി സലാർ. സലാർ സിനിമയുടെ ഫേക്ക് കളക്ഷൻ എക്സ്പോസ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് ഇവർ ഈ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു പോസ്റ്റേഴ്സ് ഇട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാം പൂഴ്ത്തി, എല്ലാം ഇത് കളഞ്ഞു. കളയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ശരിക്ക് 398 കോടി 4 ദിവസം കൊണ്ട്. മറ്റേത് 3 ദിവസം കൊണ്ട് 400 സംതിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പൊ 4 ദിവസം കൊണ്ട് അല്ല, ആവശ്യമുണ്ടോ? ഇപ്പൊ മോശം കളക്ഷൻ ഒന്നുമല്ലല്ലോ. അല്ലേ, അതെന്താ അറിയോ, റെക്കോർഡുകൾ അതായത് അതിനു വേണ്ടി മാത്രല്ല KGF-ന്റെ ലെവലിൽ എത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ ഇല്ലാതാക്കാൻ കളക്ഷനിൽ ഭയങ്കരമാണെന്നാണ് അറിയിക്കുന്നത്. അടുത്തത് 7 കടൽ 7 മലൈ. ഓ, സിനിമയുടെ ഗ്ലിംസ് ജനുവരി 2-ാം തീയതി 5/1. ഓക്കെ. ഓക്കെ, 5/1 വരും. യെസ്. പ്രതീക്ഷയുള്ള ലൈറ്റാണ്, കാരണം റാമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ നിവിൻ പോളി തിരിച്ചു വരുന്നതിന്റെ വക്കിലാണ് ഇപ്പോൾ. ആ ഒരു തിരിച്ചുവരവ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിക്കോ. അതെ, അതിനു വേണ്ടിയിട്ടാണ്. അതായത് ആ പ്രൊമോ വീഡിയോ ഒന്നില്ലേ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, അതിൽ നിന്നൊരു പ്രത്യേക വൈബ് വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ നിവിൻ പോളിന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു മനസ്സിൽ. ഓക്കെ, അപ്പോൾ അടുത്ത കീഴിലേക്ക് പോവാം. ഡങ്കി. ഡങ്കി സിനിമയുടെ 5-ാമത്തെ ദിവസത്തെ 5 ദിവസത്തെ കളക്ഷൻ, അതായത് 256 കോടി. ഇത് മൈൻഡ് അല്ലേ? അതല്ല, കറക്റ്റ് അങ്ങ് പോയാൽ മതി. അതെ, കൂട്ടി പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്തു. അത് മാത്രല്ല, ഇപ്പൊ അതൊക്കെ പിടിക്കുന്നുണ്ടേ. ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ തള്ളൊന്നും ഞാൻ നടക്കൂല. തള്ളൊക്കെ പണ്ട്. അടുത്തത് ക്യാപ്റ്റൻ മില്ലർ. സിനിമയുടെ ഡ്യൂറേഷൻ റൺ ടൈം വന്നിട്ടുണ്ട് 2 മണിക്കൂർ 40 മിനിറ്റുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഓഡിയോ ലോഞ്ച്, സിനിമയുടെ ഓഡിയോ ലോഞ്ച് ജനുവരി 3-ാം തീയതി ഉണ്ടാവും എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. കൺഫേം ഒന്നും ആയിട്ടില്ല, ഒഫീഷ്യലി വന്നിട്ടില്ല. പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു ജനുവരി 3-ന്. അടുത്ത കിഴി കങ്കുവ. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അതായത് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇല്ലേ, IPL ധോണിൻ്റെ ടീം. സൂര്യക്ക് എന്തോ ഒരു ബന്ധം ഈ ടീമുമായിട്ടുണ്ട് എന്നുള്ള ഓണർഷിപ്പിലേക്ക് ആള് കേറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെടുത്തു അല്ലേ, പാർട്ണർ ഉണ്ടാവും. അംബാസഡർ ഒന്നല്ല, ഓണർഷിപ്പ്. അപ്പോൾ ചെന്നൈ ഇനി സൂര്യയുടേതും കൂടിയാണ്. ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്, ആ പോസ്റ്റർ ഒന്ന് കാണാം. അതിൽ ആളുടെ കയ്യിലെ ടാറ്റു, അതായത് റൈറ്റ് ഹാൻഡില് നമ്മുടെ ഇവിടെ വരുന്ന ടാറ്റു, അത് കങ്കുവ. കങ്കുവയുടെ പണ്ട് ഒരു പ്രാവശ്യം മറച്ചു വെച്ച സാധനം, കൈ ഇങ്ങനെ പുറകോട്ട് വെച്ചൊരു ഫോട്ടോ കണ്ടില്ലേ, ആ സംഭവം. എന്താണെങ്കിലും ടാറ്റു ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കങ്കുവേന്റെ തന്നെയാണ്, അല്ലാണ്ട് ഇപ്പം വേറൊരു സിനിമയ്ക്കും അങ്ങനെ ചെയ്യേണ്ട ഇതില്ലല്ലോ. ഇത് മനഃപൂർവ്വം പുറത്തുവിട്ടല്ലേ? തീർച്ചയായിട്ടും, ഉറപ്പല്ലേ. കാരണം ആ രീതിയിലും അത് ഫേമസ് ആവണം. അതുകൊണ്ട് അതായത് പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. നല്ല ഉദാഹരണമാണ്. അടുത്തത് നേര്. സിനിമയുടെ 6 ദിവസത്തെ കളക്ഷൻ, അതായത് കേരള കളക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അതായത് 6-ാമത്തെ ദിവസം 3.4 CR. ഓക്കെ, ടോട്ടൽ കേരള കളക്ഷൻ 18.85 CR. എന്തായാലും ഒട്ടും പിന്നോട്ടല്ല, നല്ല മത്സരം നടക്കുന്നുണ്ട്. ആരുമായിട്ടാ? സലാറും ഡങ്കി പിന്നെ എവിടെയോ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ കേരളത്തിലൊരു നമുക്കറിയാലോ, ആ ഒരു ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ പിന്നെ മാസ് ഐറ്റം സാധനമാണ്, ജവാൻ, പത്താൻ അങ്ങനത്തെ സാധനം ആയിരിക്കണം. ഓക്കെ, അടുത്തത് മലൈക്കോട്ടെ വാലിബൻ.
മലൈക്കോട്ടെ വാലിബൻ എൻ്റെ അമ്മോ. അടുത്ത റെക്കോർഡുകൾ ഒക്കെ തൂത്ത് വാരാനുള്ളതാണ്. എന്തായാലും അതിന്റെ പോസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മളതിന്റെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. ഗംഭീര സാധനം കേട്ടോ, തീ ഐറ്റം ഞെട്ടിച്ചു. എന്തായാലും പുറത്ത് വന്ന 2 പോസ്റ്റേഴ്സിൽ ഒരു പോസ്റ്ററിലുള്ള ഒരു ഐറ്റം സോങ് ഉള്ള ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അതാരാന്നറിയോ? ദീപാലി വശിഷ്ഠ ആണ് എന്നുള്ളതാണ്. ആള് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബെല്ലി ഡാൻസർ ആണെന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ബെല്ലി ഡാൻസ് കാണാം. തീർച്ചയായും അതാണ് കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം അതാണ് ബെല്ലി ഡാൻസിന്. അത് ആ ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്കുള്ള സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ബെല്ലി ഡാൻസ് പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ ഇപ്പം പ്രൊഫഷണൽ ബെല്ലി ഡാൻസറെ പോയിട്ട് ലിജോ ജോസഫ് എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. LJP അല്ലേ? LJP. അപ്പൊ പലരും പറയുന്നുണ്ടല്ലോ ഇതത്ര വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല എന്നുള്ളത്. അപ്പൊ ഐറ്റം സോങ്, ഫൈറ്റിന് ഫൈറ്റ്, എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഉൾപ്പെടുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെ ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പൊ ഒരു സംശയമൊന്നും വേണ്ട, അതെല്ലാം ഉണ്ട്. എന്താണെങ്കിലും ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.